ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ ഒരു വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഗായ്സ്, രാജാ സാബ് കണ്ടിരിക്കുകയാണ്. പ്രഭാസ് നായകനായ ഏറ്റവും പുതിയ സിനിമ രാജാ സാബ്. സഞ്ജയ് ദത്തുണ്ട്, അതുപോലെ മാളവിക മോഹൻ. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് മാരുതി എന്ന് പറയുന്ന ആരുമാണ്, പെണ്ണാണ് ആണാണെന്ന് അറിയത്തില്ല കേട്ടോ. മാരുതി എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഇയാൾ തന്നെയാണ്. അപ്പോൾ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു കാശിനും കൊള്ളത്തില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം 3 മണിക്കൂർ ആ ഒരു സിനിമയ്ക്കകത്ത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. അത് ഒരു ഹൊറർ ഫാൻറ്റസി മൂവിയാണ് എന്നാണ് അവർ പറഞ്ഞത്. അതിനകത്ത് ചെന്നിട്ട് ഒരുമാതിരി എന്തോ പറയുന്ന കൊച്ചി TV കണ്ട ഫീലിംഗ് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പ്രേതം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന പ്രേതത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ഒരുമാതിരി പകുതി കത്തിയൊരു സാധനം, അതുപോലെ തന്നെ എന്തുവാ ഒരു കിണറിൻ്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നൊരു സംഭവം. എന്തോന്നടാ ഇതൊക്കെ എനിക്ക് കണ്ടിട്ട്. നമുക്ക് ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല കാര്യം അത്രക്കും. കാരണം നമ്മൾ ഒരു 150 രൂപ മുടക്കി നമ്മളൊരു സിനിമയ്ക്ക് കയറുമ്പം അതിനകത്ത് എന്തെങ്കിലും നമുക്ക് കാണണം. ഇത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒന്നും ഇഷ്ടപ്പെടുത്തില്ല, ഒട്ടും ഇഷ്ടപ്പെടുത്തില്ല. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ പുള്ളിയുടെയൊക്കെ ഒരു റേഞ്ച് ഉണ്ട്. എനിക്ക് ബാഹുബലി ആണെങ്കിലും അത് കഴിഞ്ഞ് സലാറാണെങ്കിലും ഇതെല്ലാം പുള്ളീനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവമാണ്. ഒരു സ്വാഗ് പുള്ളിയുടെ ഒരു എന്താ ഒരു ചെറിയ സംഭവമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. തുടക്കം തന്നെ കാണിക്കുന്നതാണ് ഒരു തലയില്ലാത്ത രൂപം വരുന്നു, പ്രേതമാണെന്ന് പറയും, സംഭവം കാണുന്നു, വന്ന് വെട്ടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടക്ക് എന്തുവാ ഒരു കിണറ്റിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിണറ്റിൽ നിന്ന് ഒരു സാധനം എഴുന്നേറ്റ് വരുന്നു. എന്തോന്നറ അതൊക്കെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടാ. ഒരുമാതിരി എന്തോ പറയാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറെ, അതെല്ലാം ഇഷ്ടപ്പെടാതെ നമ്മൾ പണ്ട് എന്തുവാ പറയുന്ന ഈ വെള്ളി നക്ഷത്രം അതുപോലുള്ള സിനിമയിലൊക്കെ കണ്ട് മറന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഇതിനകത്ത് കാണിക്കുന്നത് തന്നെ. എന്തായാലും എനിക്ക് പടം പേഴ്സണലി അങ്ങനെ വലുതായിട്ട് കണക്റ്റ് ആയിട്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഇനി കാണാൻ പോകുന്നവരോട് നിങ്ങൾക്ക് ജസ്റ്റ് കാശ് കളയണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ കളയാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറ. അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ.